ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ട് 2-3 ആളുകൾ തമ്മിലുള്ള മത്സരമാണെന്ന് അറിയാം. ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ PC വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായപ്പോൾ അല്ലെങ്കിൽ ശ്രീ വിഷ്ണുനാഥ് അദ്ദേഹത്തിന്റെ കാലം തൊട്ടാണ് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത്. ശ്രീ PC വിഷ്ണുനാഥ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും അതിനുശേഷം ശ്രീ ഡീൻ കുര്യാക്കോസ് മത്സരിച്ചപ്പോഴും പിന്നീട് ശ്രീ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോഴും പിന്നീട് ശ്രീ രാഹുൽ പ്രസിഡന്റായപ്പോഴൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥികളാകുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ രാഹുൽ മത്സരിച്ചപ്പോൾ ഞങ്ങളൊക്കെ രാഹുലിന് വേണ്ടി മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണല്ലാതെ അതുകൊണ്ട് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്നുള്ള വിഷയം അതൊന്നും ഒരു മറ്റെന്തെങ്കിലും ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഇല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ദയവേത് എന്റെ മാധ്യമ പ്രവർത്തകരോട് ഞാനത് ഇവിടെ വെച്ച് പറയുകയാണ്. ഒരു പക്ഷെ ഒരു അഭ്യർത്ഥന കൂടിയാണ്. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ പല മാധ്യമങ്ങളും മിനിറ്റ് വെച്ച് എന്തെങ്കിലും സെക്കൻഡുകൾ വെച്ച് റീലുകൾ വരികയാണ്. കോൺഗ്രസിൽ എന്തോ അതൃപ്തി, കോൺഗ്രസിൽ തർക്കം. പ്രിയപ്പെട്ട എന്റെ മാധ്യമ സഹപ്രവർത്തകരോട്, ഞാൻ 5 കൊല്ലക്കാലം KSUവിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ സാധിച്ച ആളാണ്. ഈ സംഘടന എന്താണ് എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. എനിക്ക് എന്തെങ്കിലും അഭിപ്രായം എന്റെ പ്രസ്ഥാനത്തെക്കുറിച്ചോ എന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള വേദി എനിക്ക് എന്റെ പ്രസ്ഥാനം തന്നിട്ടുണ്ട്. പറയേണ്ട വേദികളിൽ ഞങ്ങൾ പറയും. ദയവ് ചെയ്ത് അല്ല ഈ അഭിപ്രായം ഞാൻ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പറയാൻ കോൺഗ്രസിന്റെ ജനാധിപത്യം അത്രമേൽ സുന്ദരമാണ്. അത് അനുഭവിച്ചറിയുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. സ്വാഭാവികമായിട്ട് അത് പറയാനുള്ള വേദിയുണ്ട്. പറയേണ്ട കാര്യങ്ങൾ എന്തായാലും അത് ഞങ്ങളുടെ പറയേണ്ട വേദികളിൽ പറയും. ദയവ് ചെയ്ത് മാധ്യമങ്ങൾ മിനിറ്റ് വെച്ച് എന്തോ തർക്കമാണ് എന്നൊക്കെ പറയുന്ന സമയം കൊണ്ട് വലിയ തർക്കം ആലപ്പുഴയിൽ നടക്കുക. സുധാകരനെ പോലെ പരിണിത പ്രജ്ഞനായ ഒരു CPMന്റെ ഇന്നലകൾ നയിച്ച നേതാവിനെയൊക്കെ വെട്ടി സൈസാക്കി മൂലക്കിടുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെ അപമാനിക്കുന്നുവെന്ന് അദ്ദേഹം പോലും പറയുമ്പോൾ അതിന്റെ റീലുകളോ അതിന്റെ വാർത്തകളോ ഒക്കെ വളരെ തുച്ഛമാണ്. എന്തായാലും ഞങ്ങൾക്ക് ജനാധിപത്യം കൂടുതലുള്ള പ്രസ്ഥാനമാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരം പാർട്ടിയിലുണ്ട്, അവിടെ പറയും. അല്ല, അങ്ങനെ ഒരു സംസ്ഥാനത്തിന് ആവശ്യമില്ലാത്തവരെ നാഷണൽ കമ്മിറ്റിയിലേക്ക് വിടുക, അതൊക്കെ നിങ്ങളുടെ ഒരു ധാരണയാണ്. അപ്പൊ ഞാൻ NSCയുടെ ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ച ആളാണ്. അബിൻ NSC സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് കേരളത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്, നാഷണൽ കമ്മിറ്റിയിലും പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ എന്ന് കരുതി അത് ഞങ്ങളുടെ ഇപ്പൊ എന്റെ പഞ്ചായത്തിലോ എന്റെ ബ്ലോക്കിലോ എന്റെ ജില്ലയിലോ എന്റെ സ്റ്റേറ്റിലോ അത് വിട്ടുപോയിക്കൊള്ളണം എന്നുള്ള സമീപനമൊന്നും ഈ പാർട്ടിയിലില്ല. ഞങ്ങൾക്കത് ദേശീയ ഭാരവാഹിത്വമാണെങ്കിലും സംസ്ഥാന ഭാരവാഹിത്വമാണെങ്കിലും യൂത്ത് കോൺഗ്രസുകാരനായി KSUക്കാരെ ഞങ്ങളുടെ ഒക്കെ വന്നിരിക്കുന്ന വഴികളിൽ ആ പ്രസ്ഥാനത്തോട് പ്രവർത്തനത്തോട് 100% നീതി പുലർത്തി മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ്. അത് പ്രസ്ഥാനം എന്താണോ തീരുമാനിക്കുന്നത് അതിന്റെ ഒപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ